നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 421 421. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നാരായണ 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 നാരായണ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 25-ാം അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 46. പഞ്ചദ്വാരസ്തു ബഹുരസ്യാം ദക്ഷിണേ തദോത്തരാ പശ്ചിമേ ദ്വേ അമുഷാം തേ നാമാനി നൃപവർണ്ണയേ. 5 മാർഗങ്ങൾ, കിഴക്കുഭാഗത്തുള്ളവ തെക്കുദിക്കിൽ 1, അതുപോലെ വടക്കുഭാഗത്ത് 1, പടിഞ്ഞാറു ഭാഗത്ത് 2. ഇവയുടെ പേരുകളെ രാജാവെ അങ്ങയോട് വർണ്ണിക്കാം എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ശരീരശാസ്ത്രമാണ് ഇവിടെ പറഞ്ഞത്. ആ മാർഗങ്ങളുടെ വിഭാഗങ്ങളെ പറയുന്നു. ഹേ രാജാവെ, മുകളിൽ 7 ദ്വാരങ്ങളിൽ 5 മാർഗം കിഴക്ക് ഭാഗത്തും, നേരെ സ്ട്രെയിറ്റ് കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ 2 കണ്ണും 2 മൂക്കും 1 വായും കൂടി 5 ആയി. ഹേ രാജാവെ, മുകളിൽ 7 ദ്വാരങ്ങൾ 5 മാർഗം കിഴക്ക് ഭാഗത്തും, 1 തെക്ക്, 1 ചെവി, 1 വടക്കുമാകുന്നു. താഴത്തെ ദ്വാരങ്ങൾ 2 പടിഞ്ഞാറു ഭാഗത്താണ്. അവയുടെ നാമധേയങ്ങളും അങ്ങോട്ട് പറയാം. അതായത് ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ശരീരപക്ഷത്തിൽ എന്താണ്? നേത്രങ്ങളും നാസികകളും വായും മുൻഭാഗത്താകയാൽ അവയെ കിഴക്ക് മാർഗങ്ങളെന്നും, വലത്തും ഇടത്തും ഭാഗത്തുള്ള ഓരോ കർണങ്ങളെ തെക്കും വടക്കുമുള്ള മാർഗങ്ങളെന്നും, ഗുദം ലിംഗം എന്ന 2 ദ്വാരങ്ങളെ പടിഞ്ഞാറുള്ള മാർഗങ്ങളെന്നും കൽപ്പിച്ചു. ലിംഗം പൂർവഭാഗത്താണെങ്കിലും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വിവരമില്ലാണ്ട് എഴുതിയതല്ല. ലിംഗം പൂർവഭാഗത്താണെങ്കിലും ഗുദസാമീപ്യത്താലും കഥാ ചമൽക്കാരത്തിനും വേണ്ടിയും പടിഞ്ഞാറെന്ന് സങ്കല്പിച്ചതാണ്. കിഴക്കുള്ളതിനെ പടിഞ്ഞാറെന്ന് സങ്കല്പിക്കുക ചെയ്തത്. അത് അറിവുള്ളതുകൊണ്ടാണെന്ന് പറയാം. ഇനി 47-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ഗദ്യോദ ആവിർമുഖീ ച പ്രാഗ്ദ്വാരാവേകത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം ത്യുമത്സഖാം. അതായത് കിഴക്ക് ഗദ്യോദ ആവിർമുഖി എന്ന 2 ദ്വാരങ്ങൾ ഒരു ദിക്കിൽ നിർമ്മിക്കപ്പെട്ടവ. അവയിൽ കൂടെ ദ്യുമാൻ എന്ന സാഹായിയോടുകൂടിയവനായിട്ട് വിഭ്രാജിതം എന്ന ദേശത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഭാവാർത്ഥം പറയുമ്പോൾ മനസ്സിലാവും. കിഴക്ക് ഭാഗത്തുള്ള ദ്വാരങ്ങളുടെ നാമധേയങ്ങളും അവയിൽ കൂടെ പുരഞ്ജന രാജാവിൻ്റെ സഞ്ചാര സ്ഥാനങ്ങളെയും പറയുന്നു. കിഴക്ക് ഭാഗത്ത് ഒരു ദിക്കിൽ 2 ദ്വാരങ്ങളെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂക്ക്. ഗദ്യോദം, ആവിർമുഖി എന്നാണ് ഓരോന്നിൻ്റെയും പേര്. ആ വഴിയിൽ കൂടെ പുരഞ്ജന മഹാരാജാവ് ദ്യുമാൻ എന്നു പേരായ സ്നേഹിതനോടുകൂടെ വിഭ്രാജിതം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ദേശഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അത് ദേഹപക്ഷത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്? അല്പം പ്രകാശിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഇടത്തെ കണ്ണിന്, അപ്പം മൂക്കല്ല, കണ്ണിനാണ് പറഞ്ഞത്. അല്പം പ്രകാശിക്കുന്ന സ്വഭാവത്തോടു ഇടത്തെ കണ്ണിനാണ് ഗദ്യോദം എന്ന് പറയുന്നത്. അധികം പ്രകാശിക്കുന്ന വലത്തെ കണ്ണിന് ആവിർമുഖിയെന്നും നാമധേയം കൽപ്പിച്ചിരിക്കുന്നു. അതായത് ഇടതും വലതുഭാഗത്തുള്ള വലതുഭാഗത്തുള്ള കണ്ണിനാണ് എപ്പോഴും കാഴ്ച കൂടുക. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പ്രകാശസ്ഥാനമായ നേത്രത്തിന് തന്നെ ദ്യുമാൻ എന്ന സാമാന്യ നാമധേയം നിശ്ചയിച്ചു.
നേത്രേന്ദ്രിയത്തിൽ കൂടി രൂപദർശന ആനന്ദം, ഒരു രൂപം കാണുമ്പോൾ സന്തോഷിക്കുക, ജീവൻ അനുഭവിക്കുന്നതിനെ വിഭ്രാജിതം എന്ന ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് വർണ്ണിച്ചു എന്ന് പറഞ്ഞു. 48 ശ്ലോകം. നളിനീ നാളിനീ ചാപ്രാഗ്ദ്വാരവേ ഏകത്ര നിർമ്മിതേ അവധൂത സഹസ്താഭ്യാം വിഷയം യാതി സൗരഭം. നളിനി നാളിനി ചദ്വാരോ, നളിനി നാളിനി എന്ന 2 ദ്വാരങ്ങൾ കിഴക്കുഭാഗത്ത് ഒരു ദിക്കിൽ നിർമ്മിതങ്ങൾ. അവയിൽ കൂടി അവധൂതൻ എന്ന സ്നേഹിതനോട് കൂടിയവനായിട്ട് സൗരഭം എന്നു പേരായ ദേശത്തെ സൗരഭം എന്ന് പറഞ്ഞാൽ വാസന, അതാണ് മൂക്കിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയണോ? എന്താ? കിഴക്ക് ഭാഗത്ത് പിന്നെ അടുത്തടുത്തായിട്ട് ഒരു സ്ഥാനത്തിൽ 2 മാർഗങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ 2-ൽ ഒന്നിന് നളിനി എന്നും മറ്റൊന്നിന് നാളിനി എന്നും പേർ. ആ വഴികളിൽ കൂടി പുരഞ്ജനൻ അവധൂതൻ എന്നു പേരായ സ്നേഹിതനോടുകൂടി സൗരഭം എന്നു പേരായ ദേശത്തേക്ക് സഞ്ചരിക്കും എന്ന് പറഞ്ഞു. ഇനി ഒരു പാരഗ്രാഫ് കൂടി വരുന്നുണ്ട് അതിൽ. എങ്ങനെ? ഇടത്തെ നാസികാദ്വാരത്തെ നളിനി എന്നും വലത്തേതിനെ നാളിനി എന്നും കൽപ്പിച്ചു. അവധൂതൻ എന്ന നാസികയ്ക്ക് പേർ നിശ്ചയിച്ചു. സൗരഭം എന്നാൽ ഗന്ധം. നാസികയിൽ കൂടി ഗന്ധത്തെ അനുഭവിച്ച് ആനന്ദിക്കുന്നതിനെ പറഞ്ഞു. മനസ്സിലല്ലേ? ഇനി 49 ശ്ലോകം. മുഖ്യാനാമ പുരസ്താത് ദ്വാസ്തായ ആപണ ബഹൂദനോ വിഷയോ യാതി പുരരാട് രസജ്ഞ വിപണാന്യുതാം. കിഴക്കിൽ മുഖ്യമായെന്ന ദ്വാരം, അതിൽ കൂടെ രാജാവ്, രസജ്ഞൻ, വിപണൻ എന്ന 2 പേരോട് കൂടിയവനായിട്ട് ആപണം ബഹൂദനം എന്ന ദേശങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോണത്. കിഴക്ക് ഭാഗത്ത് തന്നെ മുഖ്യ എന്നു പേരുള്ള ഒരു മാർഗമുണ്ട്. രാജാവ് ആ വഴിയിൽ കൂടെ ആപണം ബഹൂദനം എന്ന പേരുള്ള 2 ദേശങ്ങളെ പ്രാപിക്കും. ആ ദേശങ്ങളെ കാട്ടിക്കൊടുപ്പാൻ രസജ്ഞൻ എന്നും വിപണൻ എന്നും പേരുള്ള 2 പേർ പ്രഭുവിന് സഹായികളായിട്ട് കൂടെ പോകും. അതാണ് ഈ നാവ്. അപ്പം മുഖദ്വാരത്തിൽ കൂടെ ഭക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത്. അതിനാൽ മുഖദ്വാരത്തിന് മുഖ്യ എന്ന പേര് കൽപ്പിച്ചു. രസജ്ഞൻ നാവ്, രസം അറിയുന്നവൻ. വിപണം എന്ന് പറഞ്ഞ വാഗിന്ദ്രിയം. ഈ 2 ഇന്ദ്രിയങ്ങൾ മുഖത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ ഒരു വഴിയിൽ കൂടെ 2 ദേശങ്ങളിലേക്ക് രാജാവ് സഞ്ചരിക്കുന്നു. അതിൽ ആപണം എന്ന വാക്ക് വിഹാരത്തിനും ബഹൂദനം എന്ന ഭക്ഷണാദികളെ സ്വീകരിക്കുന്നതിനും നാമധേയം കൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അറിഞ്ഞും അറിയാതെ കണ്ടും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വിശേഷപ്പെട്ട പേരുകളുണ്ട്. ഇനി എന്താണെന്നാ പറയുക, അതിൻ്റെ അടുത്ത ശ്ലോകം 50 ശ്ലോകം. പിതൃഹൂർനൃപാപുര്യാ ദ്വാദക്ഷിണേന പുരഞ്ജന രാഷ്ട്രം ദക്ഷിണ പാഞ്ചാലം യാതി ശ്രുതധരാന്യുതാം. പുരിയുടെ തെക്കുദിക്കിൽ പിതൃഹുവെന്നു പേരായ ദ്വാരം പുരഞ്ജനൻ ശ്രുതധരൻ എന്ന സഖാവോട് ചേർന്നിട്ട് ദക്ഷിണ പാഞ്ചാല ദേശത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. പുരിയുടെ തെക്കുള്ള ദ്വാരത്തിന് പിതൃഹുവെന്നുള്ള പേർ, അതിൽ കൂടെ പുരഞ്ജനൻ ശ്രുതധരൻ എന്നു പേരായ സഹായിയോടുകൂടെ ചേർന്ന് ദക്ഷിണ പാഞ്ചാല രാജ്യത്തെ കുറിച്ച് സഞ്ചരിക്കും എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വേറൊരു ഭാഗം പറയണു. വലത്തുഭാഗത്തുള്ള ശ്രോത്രത്തിന് പിതൃഹുവെന്ന് പേർ നിശ്ചയിച്ചു. പിതൃദേവന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ നടത്തേണ്ടുന്ന മാർഗത്തെ ബോധിപ്പിക്കുന്ന
കർമ്മകാണ്ഡ ശ്രുതിയെ ദക്ഷിണകർണത്താൽ ധരിക്കണമെന്നാണ് ദേവവിധി. ദക്ഷിണ അതായത് ഇടത്തെ ചെവി കൊണ്ട് വേണത് കേൾക്കാൻ. ജീവാത്മാവ് കർമ്മകാണ്ഡജ്ഞാനത്തെ ശ്രവണേന്ദ്രിയ സഹായത്താൽ സമ്പാദിക്കുന്നതിൻ്റെ ദക്ഷിണ പാശ്ചാല രാജസഞ്ചാരത്വേന വർണ്ണിച്ചു. ശ്രുതധരൻ എന്ന സംജ്ഞയാൽ ശ്രവണേന്ദ്രിയത്തെ സൂചിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 51. ദേവർഹൂർനാമപുര്യാദ്വാ ഉത്തരേണ പുരഞ്ജന രാശമുത്തര പാഞ്ചാലം യാതി ശ്രുതധരാന്യുതാം. പുരിയുടെ ഉത്തരദിക്കിൽ ദേവഹു എന്ന ദ്വാരം, അതിൽ കൂടെ പുരഞ്ജനൻ ശ്രുതധര സഹിതനായിട്ട് ഉത്തര പാഞ്ചാല ദേശത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്, പുരിയുടെ വടക്കുഭാഗത്തുള്ള ദ്വാരത്തിന് ദേവഹു എന്ന് പേർ. പുരഞ്ജനൻ ആ മാർഗത്തിൽ കൂടെ ശ്രുതധരൻ എന്ന സഹായോടുകൂടെ തന്നെ ഉത്തര പാഞ്ചാലം എന്ന ദേശവിഭാഗങ്ങളെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുണ്ടായി. ഇനി അതിൻ്റെ പരിഭാഷ വേറെ ഒരു സ്റ്റൈലിൽ, ഇടത്തെ ചെവിക്ക് ദേവഹു എന്ന് പേർ നിശ്ചയിച്ചത് ദേവന്മാരെ ആഹ്വാനം ചെയ്യുന്ന മന്ത്രാദികളെ ഗ്രഹിക്കേണ്ടുന്ന ആ കർണത്തിൽ കൂടെയാണെന്ന് സൂചിപ്പിച്ചത് കൊണ്ടാണ് കർമ്മകാണ്ഡ ശ്രവണാനന്തരം നിവൃത്തി മാർഗത്തെ പ്രാപിപ്പാനുകരിക്കുന്നു. മാർഗങ്ങളെ ബോധിപ്പിക്കുന്ന ഉപാസനാകാണ്ഡ ശ്രവണത്തെ ഇവിടെ വിവരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 52, 52. ആസുരീനാമ പശ്ചാത് ദ്വാസ്ഥായാതിപുരഞ്ജന ഗ്രാമകം നാമ വിഷയം ദുർമദേന സമാന്യുതാം. പടിഞ്ഞാറേ ദ്വാരം ആസുരി എന്നു പേരുള്ളതാകുന്നു. അതിൽ കൂടെ പുരഞ്ജനൻ ദുർമദനോട് ചേർന്നനായിട്ട് ഗ്രാമകം എന്ന വിഷയത്തെ പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പടിഞ്ഞാറുള്ള ഒരു ദ്വാരത്തിന് ആസുരി എന്ന് പേർ. ആ മാർഗത്തിൽ കൂടെ പുരഞ്ജനൻ ദുർമദനെന്ന് പേരായ സഖാവോട് കൂടിച്ചേർന്ന് ഗ്രാമകം എന്നു പേരായ ദേശവിഭാഗത്തെക്കുറിച്ച് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വേറൊരു ഭാഗം, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്ന സ്വഭാവമുള്ളവർ അധികം ആദരിക്കുന്ന ശിശ്നം എന്ന അവയവത്തിന് ആസുരി എന്നും അതിൽ സൂക്ഷ്മരൂപേണ വസിക്കുന്ന ഗുഹ്യം എന്ന ഇന്ദ്രിയത്തിന് ദുർമദൻ എന്നും പേർ. സ്ത്രീ സംഭോഗജന്യമായ സുഖത്തിന് ഗ്രാമകം എന്നും പേർ കൽപ്പിച്ചിരിക്കുന്നു. ഗ്രാമം ഗൃഹസ്ഥാശ്രമത്തെ നിർദ്ദേശിക്കുന്നു. അതിലിരിക്കുന്നവർക്കുള്ള സുഖം ഈ ഇന്ദ്രിയ പ്രധാനമായതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഗ്രാമകം എന്ന സ്ത്രീ സുഖത്തിന് പേർ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു എലാബറേറ്റ് ഡീറ്റെയിൽഡ് പരിപാടിയാണ്. ശ്രദ്ധയില്ലാണ്ടൊന്നും മനസ്സിലാവില്ല. ഒരു 10 തരം വായിച്ചാൽ രക്ഷപ്പെടാമെന്ന് മാത്രം. ഇനി 53-ാമത്തെ ശ്ലോകം പറയണു, നിർഋതിർനാമ പശ്ചാദ്വാസ്തായ യാതി പുരഞ്ജന വൈസസം നാമ വിഷയം ലുബ്ധകേന സമന്യുധാം. എന്താ പറഞ്ഞത്? പടിഞ്ഞാറുള്ള ദ്വാരം നിർഋതി എന്ന് പേരുള്ളതാകുന്നു. അതിൽ കൂടെ പുരഞ്ജനൻ ലുബ്ധകനോടുകൂടിയവനായിട്ട് വൈസസം എന്ന് ദേശത്തെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അതായത് എൻ്റെ ഭാവാർത്ഥം വരണം. പടിഞ്ഞാറുള്ള മറ്റൊരു ദ്വാരത്തിന് നിർഋതി എന്ന് പേര്. അതിൽ കൂടെ പുരഞ്ജനൻ ലുബ്ധകൻ എന്ന സഹായോടുകൂടെ
വൈസസം എന്ന ദേശഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഇനി അതിൻ്റെ വേറൊരു വശം, ഗുദദ്വാരത്തെ നിർവൃതി എന്നും അതിനെ ആശ്രയിച്ചിരിക്കുന്ന പായു ഇന്ദ്രിയത്തെ ലുബ്ധകനെന്നും മലവിസർജനത്തെ വൈസസം എന്നും നാമധേയങ്ങൾ കൊണ്ട് കാണിച്ചിരിക്കുന്നു എന്ന് ഒരു ഡീറ്റെയിൽ. 54-ാമത്തെ ശ്ലോകം നോക്കുക. അന്താവമീഷാം പൗരാണാം നിർവാക്പേസസ്കൃതാബുഭോ അക്ഷണ്വതാം അധിപതിസ്ഥാഭ്യാം യാതി കരോതി ച. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ഈ പുരദ്വാരങ്ങളുടെ മധ്യത്തിൽ നിർവാക്, പേശകൃത് എന്ന് പേരുള്ള 2 മാർഗങ്ങൾ ദ്വാരങ്ങളിലില്ലാത്തവയാകുന്നു. നാഭ്യാം, ആ 2-ൽ കൂടെ അക്ഷണത്വം, ദ്വാരങ്ങളുടെ അധിപതി, അധിപൻ, നാഥൻ സഞ്ചരിക്കുന്നു, പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സഞ്ചരിക്കാന്ന് മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയണ്ടായി. അതെന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആദ്യം വാക്കാർത്ഥം പറയണം. ഈ പുരാണങ്ങളുടെ മധ്യത്തിൽ നിർവാക്, പേശകൃത് എന്ന് പേരുള്ള 2 മാർഗങ്ങൾ ദ്വാരങ്ങളിലില്ലാത്തവയാകുന്നു. ആ 2-ൽ കൂടെ ദ്വാരങ്ങളുടെ അധിപൻ, നാഥൻ സഞ്ചരിക്കുന്നു, പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സംതൃപ്തരാവാൻ പറ്റില്ല, നമുക്ക് ഭാവാർത്ഥം പറയണം. ഈ പുരത്തിലുള്ള മാർഗങ്ങളുടെ കൂട്ടത്തിൽ പുറത്തേക്ക് പോകാൻ ദ്വാരങ്ങളിലില്ലാത്ത 2 സ്ഥാനങ്ങളുണ്ട്. നിർവാക് എന്നും പേശകൃത് എന്നും ആ 2-നും പേര്. ഈ 2-ൽ നിർവാക് എന്നതിൽ നിന്ന് ദ്വാരങ്ങളുടെ അധിപതിയായ പുരഞ്ജനൻ സഞ്ചരിക്കുകയും പേശകൃത് എന്നതിനെ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയണ്ടായി. ഇനി അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നിർവാക് എന്ന കാലുകൾക്കും പേശകൃത് എന്ന കൈകൾക്കും സംജ്ഞ ചെയ്തിരിക്കുന്നു. ദ്വാരരഹിതങ്ങളാകയാൽ, അതെ, പിന്നെ ദ്വാരരഹിതങ്ങളാകയാൽ അന്തങ്ങൾ എന്ന് അവയെ കൽപ്പിച്ചു. ജീവൻ ഇഷ്ടപ്രകാരം സഞ്ചരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുവാൻ പാദങ്ങളെയും കരങ്ങളെയും ഉപയോഗിക്കുന്നുവെന്ന് കാണിച്ചുകൂടെ. 55. സ യർഹ്യ അന്തഃപുരഗതോ വിഷുചീന സമന്യുത മോഹം പ്രസാദം ഹർഷം വായാതി ജായാത്മജോദ്ഭവം. അവൻ സർവവിജ്ഞനോട് യോജിച്ചവനായിട്ട് എപ്പോൾ അന്തഃപുരത്തിൽ ഗതനായോ പുത്രാദികളിൽ നിന്നുണ്ടാകുന്നതായ മോഹം, പ്രസാദം, ഹർഷം, മോഹത്തെയോ പ്രസാദത്തെയോ സന്തോഷത്തെയോ പ്രാപിക്കുന്നു എന്ന് പറയുണ്ടായി. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് ശേഷം പറഞ്ഞ 2 പാരഗ്രാഫുണ്ട്. ആ പുരഞ്ജനൻ അന്തഃപുരത്തിലെ സർവകാര്യവും അറിയുന്ന ഭാര്യയുടെ അന്തരംഗ സഖാവിനോട് കൂടെ ചേർന്ന് അന്തഃപുരത്തിൽ പ്രവേശിച്ചപ്പോൾ ഭാര്യ, പുത്ര എന്നിവരിൽ നിന്ന് ചിലപ്പോൾ മോഹം, ചിലപ്പോൾ പ്രസാദം, ചിലപ്പോൾ സന്തോഷം എന്നിവ അനുഭവിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അന്തഃപുരം, ഹൃദയം. വിഷുചീനം എന്നത് ഏത് ഭാഗത്തും സഞ്ചരിക്കുന്ന മനസ്സ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധി എന്നാണ്. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണെന്ന് മനസ്സിലാക്കുക. പുത്രന്മാരേനെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത്. തമോ ഗുണാധിക്യത്തിൽ ലോകം സത്വഗുണാധികൃത്തിൽ പ്രസാദം
എന്നിട്ടോ ഗുണാധിക്യത്താൽ ഹർഷം എന്ന അവസ്ഥയുള്ള ജീവൻ ബുദ്ധ്യാദി സംബന്ധം നിമിത്തം പ്രാപിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് പ്രയത്നമില്ലാണ്ട് ഒന്ന് നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇനി 56 ശ്ലോകം. ഏവം കർമ്മസു സംസക്ത കാമാത്മാ വഞ്ചിതോ അബുധ മഹിഷി യദ്യതി ഹേതാ തത്തദേവാനവർമ്മനാം. കാമത്തിൽ മനസ്സോടുകൂടിയവനും ആയാൽ കാര്യം നടക്കില്ല, അറിവില്ലാത്തവനും വഞ്ചിക്കപ്പെട്ടവനുമായിട്ട് ഇപ്രകാരം കർമ്മങ്ങളെ ഏറ്റവും തൽപരന്മാരായിട്ട് ഭാര്യ ഏതേതിനെ ചെയ്യുന്നുവോ അതാതിനെ തന്നെ അനുവർത്തിച്ചു എന്ന് പറഞ്ഞു. അതായത് വാക്കാർത്ഥം പറയുമ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇപ്രകാരം ഭാര്യാപുത്രാദികൾക്ക് വേണ്ടി പുരഞ്ജനൻ കർമ്മങ്ങളിൽ ഏറ്റവും തൽപരനായി തീർന്നു. ഭാര്യ ഏതേതിൽ ഏർപ്പെടുത്തുന്നുവോ അതിനെ താനും അനുകരിച്ചു. അതിനാണ് നല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയാം. അതിന് കാരണം തൻ്റെ മനസ്സ് കാമാധീനമായി. ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന കാമം തുച്ഛവും ക്ഷണികവുമാണെന്നറിയുവാൻ ശക്തമായിരുന്നില്ല. അതിനും കാരണം ഭാര്യയുടെ വിലാസാദി ഭാവങ്ങളാൽ വഞ്ചിതനായതാകുന്നു എന്ന് നമ്മൾ മനസ്സിലായില്ലേ. ഇനി ഒരു പാരഗ്രാഫ് കൂടി പറയുന്നുണ്ട്. ആത്മാവിനെ അറിയാതെ ബുദ്ധിയിൽ ആധ്യാസവും അതുനിമിത്തം അലൗകികങ്ങളായ സർവകർമ്മങ്ങളിൽ ആസക്തിയും ജീവനുണ്ടാവാൻ വിഷയഭോഗങ്ങളും അതിനാൽ സുഖദുഃഖാദ്യ അവസ്ഥകളും ജീവനെ എന്ത് ചെയ്യണു? ബന്ധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ബന്ധനം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.